ഹലോ, നമുക്കറിയാം KCB മസ്തൂറിൻ്റെ കൺഫർമേഷൻ വന്നേക്കുവാണ്. KCB മസ്തൂറിൻ്റെ കൺഫർമേഷൻ വന്നേക്കുവാണ്. എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. ടൈമില്ല, നമുക്ക് സിലബസ് ഫുൾ കംപ്ലീറ്റ് കവർ ചെയ്ത് പഠിച്ച് റിവൈസ് ചെയ്ത് പച്ചവെള്ളം പോലെ ആക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, എക്സാം ഹാളിലേക്ക് പോകാനായിട്ട്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമുക്ക് ശരിക്കും ഫസ്റ്റ് മൊഡ്യൂളായിട്ട് തന്നേക്കുന്ന ബേസിക് ഇലക്ട്രിക്കലിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റി നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ആദ്യമേ നമ്മൾ ബേസിക് ആയിട്ടുള്ള ആദ്യമായി നമ്മൾ ഇലക്ട്രിക്കൽ പഠിക്കാൻ പോകുമ്പോഴത്തേക്ക്, ഇലക്ട്രീഷ്യൻ കോഴ്സോ വയർമാൻ കോഴ്സോ ഒക്കെ പഠിക്കാൻ പോകുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്ന 3 പദങ്ങളാണ് നമ്മൾ ആദ്യമേ പരിചയപ്പെടാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. KCB മസ്തൂർ വർക്കർ, പുള്ളിക്കാരൻ ചെയ്യേണ്ട ജോലികൾ ബേസിക് ആയിട്ട് എന്തൊക്കെയായിരിക്കും? ഓക്കെ, ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതുവരെ നമ്മൾ വരുന്നു, ക്ലാസ് എടുക്കുന്നു, പഠിക്കുന്നു, മസ്ദൂർ ആവാൻ പോകുന്നു, ഇത്രയും വേക്കൻസി ഉണ്ട് എന്നൊക്കെ നമുക്കറിയാം. എന്തൊക്കെയാണ് പുള്ളിക്കാരൻ ചെയ്യേണ്ട ധർമ്മങ്ങൾ ബേസിക് ആയിട്ടുള്ളത് എന്നറിയാമോ? ആദ്യമായിട്ട് ചെയ്യാനുള്ളത് പോൾ ഇറക്ഷൻ ആണ്, അതായത് പോസ്റ്റ് ഇടൽ. ഓക്കെ, പോസ്റ്റ് ഇടൽ. ഈ പോസ്റ്റ് ഇടൽ പറയുമ്പോൾ ഒരു ഫാക്ട് പറഞ്ഞു തരാം, ഓർത്തിരുന്നു, ചിലപ്പോൾ ഉപകാരപ്പെടും. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 9 മീറ്റർ നീളമുള്ള ഒരു പോസ്റ്റ് ആണ് നമുക്ക് ഇടേണ്ടതെന്നുണ്ടെങ്കിൽ, ഏതൊരു പോസ്റ്റോ എക്സ് ഓർ വൈ ഏതൊരു പോസ്റ്റോ ആയിക്കോട്ടെ, ഈ പോസ്റ്റ് നമ്മൾ ചുമ്മാ ഇങ്ങനെ കുത്തി നിർത്തുമല്ല. 9 മീറ്റർ നീളമുള്ളൊരു പോസ്റ്റാണ്, അല്ലെങ്കിൽ എത്ര നീളമുള്ളൊരു പോസ്റ്റ് ആയാലും അതിൻ്റെ 1/6 കുഴി നമ്മൾ എന്ത് ചെയ്യണം, എടുത്തിരിക്കണം. അതായത് 9 മീറ്റർ നീളമുള്ള പോസ്റ്റ് ആണെങ്കിൽ 1.5 മീറ്റർ ആഴത്തിൽ എന്ത് ചെയ്യണം, കുഴിച്ചിരിക്കണം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് ഒരു എന്താ പറയുക, ഒരു KCB വർക്കർ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് വന്നാലോ എന്ന് നിങ്ങൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്ക് നിങ്ങൾ ആലോചിക്കും. ഇനി കേബിൾ ലേയിങ് ആണ്, അണ്ടർഗ്രൗണ്ട് കേബിൾസും ബാക്കിയുള്ള കേബിൾസൊക്കെ വലിക്കുക എന്നുള്ള രീതിക്കാണ് പോസ്റ്റിൻ്റെ മുകളിലുള്ള വർക്കുകൾ എടുക്കുക എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ശരിക്കും പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത് വർക്കായിട്ട് വരുന്നത്. അപ്പോൾ ആലോചിക്കുക, നിങ്ങൾ മസ്ദൂറായിട്ട് വർക്കറായിട്ട് KCB വർക്കറായിട്ട് കയറുമ്പോഴത്തേക്ക് പോസ്റ്റിൻ്റെ മേളിൽ 3 മീറ്ററിന് മേളിലുള്ള പോസ്റ്റിൽ കയറുമ്പോഴത്തേക്ക് ഒരു കാര്യം ആലോചിച്ചോ, സേഫ്റ്റി ബെൽറ്റ് ഇടണം. ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ പണി പോകും. ഓക്കെ, അത് ആലോചിച്ചോളുക. ഇനി ഹെൽമെറ്റ് ഉണ്ട്, ഹാർഡ് ക്യാപ്പ് എന്നാണ് നമ്മൾ ആ ഹെൽമെറ്റിന് പറയുന്നത്. വർക്കറിൻ്റെ ഹാർഡ് ക്യാപ്പിൻ്റെ നിറം ഏതാണ്? മഞ്ഞയാണ്. ശരിക്കുള്ള ഇലക്ട്രീഷ്യൻ്റെയും പ്ലംബറിൻ്റെയും ക്യാപ്പിൻ്റെ നിറം ബ്ലൂ ആണ്. ഓക്കെ, പക്ഷേ KCB വർക്കറിന്റെ നിറം എന്ന് പറയുന്നത് എന്താണ്? മഞ്ഞയാണെന്ന് ആലോചിച്ച് വെച്ചേക്കാം കേട്ടോ. KCB വർക്കറിന്റെ ക്യാപ്പിന്റെ നിറം എന്താണ്? മഞ്ഞയാണ്. ഈ ബേസിക് കാര്യങ്ങൾ ആലോചിച്ച് വെച്ചേക്കാം. ഇനി എന്താ പറയുക, ഇലക്ട്രീഷ്യന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഒരു ബുക്കുണ്ട്, അത് അല്ലെങ്കിൽ ഒരു റൂൾ, ചട്ടമുണ്ട്. ആ ചട്ടത്തിന്റെ പേരാണ് IE റൂൾ എന്ന് പറയുന്നത് കേട്ടോ. IE റൂൾ, അതൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം. ഇനി ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യം നോക്കാം. കറണ്ട് എന്താണ്? കറണ്ട് എന്ന് പറയുന്നത് ഒരു നിശ്ചിത പോയിന്റിലൂടെയുള്ള ഇലക്ട്രോണിന്റെ സുഗമമായ ഒഴുക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫ്രീ ഫ്ലോ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നതാണ് എന്ത്, കറണ്ട് എന്ന് പറയുന്നത്. ഈ പറയുന്നതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്. ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പോകുന്ന കാര്യങ്ങളാണെന്ന് മാത്രം ആലോചിച്ച് വെച്ചേക്കുക. ഈ പോളിന്റെ ഹൈറ്റും കാര്യങ്ങളും മറ്റുള്ള കണക്ക് വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. ആദ്യം നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യം നോക്കാം. ആദ്യമാണ് നമ്മൾ എടുക്കുന്നത് കറണ്ട് ആണ്. ഫ്ലോ ഓഫ് ചാർജ് അല്ലെങ്കിൽ ഫ്രീ ഫ്ലോ ഓഫ് ഇലക്ട്രോൺ അറ്റ് എ പോയിന്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു പോയിന്റ് എടുത്ത് നോക്കുമ്പോൾ ഇലക്ട്രോണിന്റെ സുഗമമായ ഒഴുക്കിനെ നമ്മൾ എന്തെന്ന് പറയും? കറണ്ട് എന്ന് പറയും. അല്ലെങ്കിൽ ചാർജിന്റെ സുഗമമായ ഒഴുക്കിനെ നമ്മൾ എന്തെന്ന് പറയും? കറണ്ട് എന്ന് പറയും. അറ്റ് എ പർട്ടിക്കുലർ ടൈം. അതായത് കറണ്ട് എന്ന് പറയുന്നത് ഇലക്ട്രോണുകൾ അല്ലെങ്കിൽ ചാർജിന്റെ സുഗമമായ ഫ്ലോ ആണ്. ചാർജിന്റെ സുഗമമായ ഒഴുക്കിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? കറണ്ട് എന്ന് പറയുന്നു. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇക്വേഷനൊക്കെ ഇടാം. ക്യൂവിനെയാണ് നമ്മൾ ചാർജ് എന്ന് പറയുന്നത്. T ടൈം ആണ്, മിക്കുള്ള സമയത്തും T ടൈം തന്നെയാണ്. Q/T എന്നാണ് എന്ത് പറയുന്നത്, കറണ്ടിന്റെ ഇക്വേഷൻ പറയുന്നത്. കറണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ, കറണ്ടിനെ ഡെനോട്ട് ചെയ്യുന്ന ലെറ്റർ I ആണ്. കറണ്ട് ഡെനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താണ്? I ആണ്. കറണ്ട് ഡെനോട്ട് ചെയ്യുന്ന ലെറ്റർ I ആണ്. ഇനി കറണ്ട് അടിച്ചാൽ നല്ല ആംപിയറിന് അടി കിട്ടുന്ന ആലോചിച്ചോളുക. കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ ആണ്. കറണ്ടിന്റെ യൂണിറ്റ് എന്താണ്? ആംപിയർ ആണ്. കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ ആണ്. ആംപിയറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് A എന്ന് പറയുന്ന ക്യാപിറ്റൽ ലെറ്റർ കൊണ്ടാണ്. ആംപിയറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് A എന്ന് പറയുന്ന ക്യാപിറ്റൽ ലെറ്റർ കൊണ്ടാണ്. റിവൈസ് ചെയ്ത് കേട്ട് തഴമ്പാക്കി വയ്ക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വാളിറ്റിയെ പറ്റി നമ്മൾ ജസ്റ്റ് പറയുന്നു. നമ്മൾ ആദ്യം ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ്. ഇതിൽ നിന്ന് ഓർത്തിരിക്കേണ്ട കാര്യം ഫ്രീ ഫ്ലോ ഓഫ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ഫ്ലോ ഓഫ് ചാർജ് അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് എന്ന് പറയുന്നതാണ് കറണ്ട്. ഓക്കെ, ഇനി കറണ്ടിനെ പറയുമ്പോഴത്തേക്ക് കറണ്ടിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ I ആണ്. ഇത് നമുക്ക് എന്താ പറയാ, ചാർജ് ബൈ ടൈം. ക്യൂവിനെ ചാർജ് എന്നാണ് പറയുന്നത്. ചാർജ് ബൈ ടൈം എന്ന് എഴുതാം. കറണ്ടിന്റെ യൂണിറ്റ് എന്താണ്? ആംപിയർ ആണ്. കറണ്ടിന്റെ യൂണിറ്റ് എന്താണ്? ആംപിയർ ആണ് എന്ന് ആലോചിച്ച് വച്ചേക്കുക. ഓക്കെ, രണ്ടാമത്തെ ആളാണ് ആര്? നമ്മുടെ വോൾട്ടേജ്. രണ്ടാമത്തെ ആളാണ് എന്ത്? വോൾട്ടേജ് എന്ന് പറയുന്നത്. ഈ കറണ്ട് ചുമ്മാ നമ്മൾ ഇലക്ട്രോൺ എടുത്ത് വെച്ചേക്കാണ്. ചുമ്മാ നമ്മളൊരു കണ്ടക്ടർ എടുത്ത് വെച്ചേക്കാണ്. ഇലക്ട്രോൺ എന്നല്ല, കണ്ടക്ടർ എടുത്ത് വെച്ചേക്കാണ്. ഈ കണ്ടക്ടറിന്റെ അകത്തുള്ള ഇലക്ട്രോൺസ് എങ്ങനെ ഓടുക?
അപ്പൊ നമ്മൾ എന്തോ ഒരു ഡിഫറൻസ് അവിടെ കൊടുക്കണം. നിലവിലിരിക്കുന്ന പൊട്ടൻഷ്യലിൽ നിന്നും 2 പോയിന്റ് എടുക്കുന്നത്, ഇത് എ ഇത് ബി, ഈ എ ടു ബി വരെയുള്ള പോയിന്റിലെ ഒരു പൊട്ടൻഷ്യലിന് വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ അവിടുത്തെ ഇലക്ട്രോൺസ് ഒന്നും ഓടാൻ പോകുന്നില്ല. അവിടെ നമുക്ക് എന്ത് ചെയ്യണം, ആ ഇരിക്കുന്ന പൊട്ടൻഷ്യലിൽ നിന്ന് ഒരു ഡിഫറന്റ് പൊട്ടൻഷ്യൽ കൊടുക്കണം, ഒരു തള്ളൽ കൊടുക്കണം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വോൾട്ടേജ് എന്ന് പറയുന്നത്. വോൾട്ടേജ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്. എന്തിനാണ്, കറന്റ് ഫ്ലോ ചെയ്യിക്കാനുള്ള ഒരു പുഷിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇവന്റെ യൂണിറ്റ് ഇതാ ആദ്യത്തെ 4 ലെറ്റർ എടുത്താൽ മതി, വോൾട്ട് ആണ്, ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ വി. ഓക്കെ, വോൾട്ട് വി, വോൾട്ട്. ഓക്കെ, ആലോചിച്ച് വെച്ചേക്കുക. ചുമ്മാ ഇരിക്കുന്ന ഇലക്ട്രോൺസ് മൂവ് ചെയ്തില്ല, അതിന് കൊടുക്കുന്ന ഒരു പുഷിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വോൾട്ടേജ് എന്ന് പറയുന്നത്. ആലോചിച്ച് വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു പൈപ്പിനകത്തെ വാൾവ് പോലെ നീ ഇപ്പൊ പോകണ്ട എന്നും പറഞ്ഞ് തടഞ്ഞു നിൽക്കുന്ന ആളിനെ നമ്മൾ എന്ത് പറയും, പ്രതിരോധം അഥവാ റെസിസ്റ്റൻസ്. പ്രതിരോധം അഥവാ റെസിസ്റ്റൻസ്. ആർ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യും. ഈ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്, ഓം ആണ്. ഞാൻ ഐ ടിയിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു പൂജാരി സാർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ എന്താ പറയാ, പുള്ളിയാണ് റെസിസ്റ്റൻസ്. നിങ്ങൾ ഇപ്പോൾ ക്ലാസ്സിന്റെ വെളിയിൽ പോകണ്ട എന്നൊക്കെ പറയുമല്ലോ. അപ്പൊ ഈ പുള്ളിക്കാരൻ വൈകിട്ടാകുമ്പോൾ അമ്പലത്തിൽ പോയിട്ട് ആദ്യം എന്താണ്, ഓം. അപ്പൊ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്, ഓം ആണ് എന്നൊക്കെയായിരുന്നു പണ്ട് പിള്ളേരെ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്, ഓം ആണെന്ന് ആലോചിച്ചേക്കുക. ഓം ആണ്, ഓം. ജോർജ് ഓമിന്റെ സ്മരണാർത്ഥമാണ് നമ്മൾ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം എന്ന് കൊടുത്തേക്കുന്നത്. ഇദ്ദേഹമാണ് ഓംസ് ലാ ഡിറൈവ് ചെയ്തത്. ഓക്കെ, ആ കാര്യങ്ങൾ നമ്മൾ തൊട്ടടുത്തായിട്ട് പഠിക്കാൻ പോവുകയാണ്. അപ്പൊ ഒന്നുകൂടെ പറയാണ്, കറണ്ട് എന്ന് പറയുന്ന സാധനം ഫ്ലോ ഓഫ് ചാർജ് ആണ് കറണ്ട്. ഐ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. Q by T, ചാർജ് ബൈ ടൈം എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. ആംപിയർ ആണ് യൂണിറ്റ്. എ കൊണ്ടാണ് ആംപിയറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു എ എന്ന് പറഞ്ഞാൽ 1 ആംപിയർ കറണ്ട്, 2 എ എന്ന് പറഞ്ഞാൽ 2 ആംപിയർ കറണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം, ഈ കറണ്ട് അളക്കുന്ന മീറ്ററിന്റെ പേരാണ് അമ്മീറ്റർ. ഇനി ഒരു കാര്യം കൂടെ ആലോചിക്കുക, ലൈൻമാൻ ക്ലാമ്പ് മീറ്റർ കൊണ്ടാണ് ലൈൻമാൻസ് എന്ത് ചെയ്യുന്നത്, കറണ്ട് അളക്കുന്നതെന്ന് ആലോചിച്ച് വെച്ചേക്കാം. ചോദിക്കും, താഴെ തന്നിരിക്കുന്നതിൽ ലൈൻമാൻസ് എന്താ പറയാ, കറണ്ട് കണ്ടുപിടിക്കുന്ന മീറ്റർ ഏതാണ്? ഇംഗ്ലീഷിലായിരിക്കാം ചിലപ്പോൾ, ഇംഗ്ലീഷിലാണ് ചോദ്യം വരുന്നത്. എന്തായിരിക്കും, ക്ലാമ്പ് മീറ്റർ ആണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നതെന്ന് ആലോചിച്ച് വെച്ചേക്കുക. എന്ത് ചെയ്യുക, ആലോചിച്ച് വെച്ചേക്കുക. വോൾട്ടേജ് അടുത്തത്, വോൾട്ടേജ്. ഈ കറണ്ട് ഉണ്ടാവണമെങ്കിൽ ആര് വേണം, വോൾട്ടേജ് വേണം. വോൾട്ടേജ് എന്ന് വെച്ചാൽ ഒരു പുഷാണ്, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. നിലവിലിരിക്കുന്ന പൊട്ടൻഷ്യലിൽ നിന്നും ഒരു ഡിഫറൻസ് കൊടുത്താൽ മാത്രമേ ഇവിടെ ഉള്ള ചാർജസ് എന്ത് ചെയ്യുള്ളൂ, ഫ്ലോ ചെയ്യത്തുള്ളൂ എന്ന് ആലോചിച്ച് വെച്ചേക്കുക. ഇനി വോൾട്ടേജ് എന്താ പറയാ, യൂണിറ്റ് എന്താണ്, വോൾട്ട് ആണ്. വി കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. അടുത്തതാണ് റെസിസ്റ്റൻസ്. ആദ്യമേ പറയാം, R കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. റെസിസ്റ്റൻസ് പ്രതിരോധമാണ്. ഓം ആണ് യൂണിറ്റ്. ഇത് എന്താണ്, ഒമേഗ എന്ന് പറയുന്ന ലെറ്റർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ലാറ്റിൻ ലെറ്റർ ആയിട്ടുള്ള ഒമേഗയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓം എന്നാണ് നമ്മൾ ഇവനെ വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇതിനെ പ്രതിരോധം എന്ന് നമ്മൾ പറയും. അതായത് ഒരു പൈപ്പിൽ കൂടി വെള്ളം പോകുന്നു, അപ്പൊ നമ്മൾ വാൾവ് എന്ത് ചെയ്യുന്നു, പഴയ അടയ്ക്കുന്ന ആലോചിക്കുക. ഓക്കെ, ആ ഒരു പ്രതിരോധം. അതുപോലെ കറണ്ടിനെ നമ്മളെ ലൈൻ കമ്പിയിൽ പ്രതിരോധിക്കുന്ന ആൾ നമ്മൾ എന്തെന്ന് പറയും, റെസിസ്റ്റൻസ് എന്ന് പറയും. ആലോചിച്ച് വെച്ചേക്കുക. ഓക്കെ, അടുത്തത് ഇനി പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു നിയമമാണ്. ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് പേരുകൾ പറയുന്നത്. ഓംസ് ലാ, ക്രിച്ച്ഓഫിന്റെ കറണ്ട് ലാ, ക്രിച്ച്ഓഫിന്റെ വോൾട്ടേജ് ലാ, ലെൻസസ് ലാ. അങ്ങനെ കുറച്ച് ലാസ് മസ്റ്റ് ആയിട്ട് പഠിച്ചിട്ട് എക്സാമിന് പോകാവൂ. അതിന്റെ ഇക്വേഷൻസ്, അതിന്റെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് അത് പറയുന്നത്, ആ സാധനങ്ങൾ പഠിച്ചിട്ടേ നമ്മൾ അതിന്റെ അകത്തോട്ട് പോകാവുള്ളൂ. ഓക്കെ, എക്സാം എഴുതി എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ്, അങ്ങനെ ചെയ്യാവുള്ളൂ. നമ്മൾ എടുക്കുന്നു ഓംസ് ലാ. ഒന്നുകൂടെ പറയാം. താപനില സ്ഥിരമായിരിക്കുമ്പോൾ, ഓക്കെ, ഒരു കണ്ടക്ടറിൽ കൂടെയുള്ള കറണ്ടിന്റെ ഒഴുക്ക് വോൾട്ടേജിന് നേരനുപാതത്തിലും റെസിസ്റ്റൻസിന് വിപരീത അനുപാതത്തിലുമായിരിക്കും. ഒന്നുകൂടെ പറയാം. അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു വോൾട്ടേജ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ റെസിസ്റ്റൻസ്. ഒന്നുകൂടെ മനസ്സിലാവുന്ന രീതിക്ക് പറഞ്ഞു തരാം. കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് കൂടും. അതായത് നേരനുപാതത്തിലാണ്. വോൾട്ടേജ് കൂടിയാൽ കറണ്ട് കൂടും, വോൾട്ടേജ് കുറഞ്ഞാൽ കറണ്ട് കുറയും. അതുപോലെയാണ് പോയേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എവന്റെ ശത്രു എന്ന് പറയുന്നത് ആരാണ്? റെസിസ്റ്റൻസ് ആണ്. കാരണം റെസിസ്റ്റൻസ് കൂടെയാണെങ്കിൽ കറണ്ട് അവിടെ പോകാൻ ഭയങ്കര പാടാണ്. അത് തന്നെയാണ് പറയുന്നത്, റെസിസ്റ്റൻസിന് വിപരീത അനുപാതത്തിലുമായിരിക്കും. അപ്പൊ വോൾട്ടേജ് കൂടെയാണെങ്കിൽ കറണ്ടും കൂടും, റെസിസ്റ്റൻസ് കൂടെയാണെങ്കിൽ കറണ്ട് കുറയും. അതാണ് ഇങ്ങനെ കൊടുത്തേക്കുന്നത്, ഇൻവേഴ്സ് റിയാക്ഷൻ എന്ന് പറയും കേട്ടോ. അപ്പോ ഒന്നുകൂടെ പറയുകയാണ്, ഒരു കണ്ടക്ടറിൽ താപനില സ്ഥിരമായിരിക്കുമ്പോഴത്തേക്ക് ഒരു കണ്ടക്ടറിൽ കൂടെയുള്ള കറണ്ടിന്റെ ഫ്ലോ ആരൊക്കെ, വോൾട്ടേജിന് തുല്യവും അല്ലെങ്കിൽ നേരനുപാതത്തിലും
റെസിസ്റ്റൻസിന് വിപരീതാനുപാതത്തിലുമായിരിക്കും എന്ന് പറയുന്നതാണ് ഓംസ് ലാ. ഒന്ന് ആലോചിച്ച് വെച്ചേക്കുക. ഒരു ട്രയാങ്കിൾ ഉണ്ട്, ബി ഐ ആർ. പണ്ട് ക്ലാസ്സിലെ കൊച്ചാം ക്ലാസ്സിലെ നിങ്ങൾ എഴുതി പഠിപ്പിച്ച സാധനമായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ആരെയാണോ വേണ്ടത്, ഇത് വോൾട്ടേജ് ആണ്, ഇത് കറണ്ട് ആണ്, ഇത് റെസിസ്റ്റൻസ്. നമുക്ക് ഇവിടുന്ന് 3 ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റും. പ്രധാനപ്പെട്ട 2 ഇക്വേഷൻ എങ്കിലും പഠിച്ചിരിക്കുക. വി ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ വി ഈസ് ഈക്വൽ ടു, യോമാർ ഒരുമിച്ചല്ലേ കിടക്കുന്നത്, നേരെയല്ലേ കിടക്കുന്നത്, യോമാരെ ഇൻറ്റു ചെയ്താൽ മതി കേട്ടാ, ഐ ഇൻറ്റു ആർ. ഓക്കെ, ഇനി ഐ ആണ് കണ്ടുപിടിക്കാനുള്ളെങ്കിൽ ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ. ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ 2 ഇക്വേഷൻ പഠിക്കുക. ഈ 2 ഇക്വേഷൻ ഉറപ്പായിട്ടും പഠിക്കണം. നമുക്ക് ഇതൊരു മേ ബി ഇതാണ് നമുക്ക് കൂടുതലും കാണുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്കൊരു ഷോർട്ട് ഫോം പഠിക്കാം. യോമാരെ ഒരുമിച്ചാക്കുക, വി ഐ ആർ. വെരി ഇമ്പോർട്ടന്റ് റൂള് എന്നങ്ങ് പഠിച്ചാൽ മതി. വി ഐ ആർ. ഓംസ് ലാ എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടന്റ് റൂൾ ആണെന്ന് ആലോചിച്ച് വെച്ചേക്കുക. വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. ഓക്കെ, ഞാൻ ജസ്റ്റ് ചെറിയ ട്രിക്കുകൾ ഉപയോഗിച്ച് പഠിച്ചാൽ PSC ഭയങ്കര എളുപ്പമായിരിക്കും, ഭയങ്കര ഇൻട്രസ്റ്റീവ് ആയിരിക്കും എന്ന് ആലോചിച്ച് വച്ചേക്കുക. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് കറണ്ട് കൂടും എന്നുള്ളതും നമുക്ക് എന്ത് ചെയ്യാം, കറണ്ട് കൂടുന്നതിനനുസരിച്ച് അവിടുത്തെ റെസിസ്റ്റൻസ് കുറവായിരിക്കും എന്നുള്ളതും നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിച്ചെടുക്കാനായിട്ട് പറ്റും. ഓംസ് ലാ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, വോൾട്ടേജ് കൂടുമ്പോൾ എന്ത് ചെയ്യും, കറണ്ടും കൂടും. അവിടുത്തെ കറണ്ട് കൂടുതലാണ് എന്ന് പറയുകയാണെങ്കിൽ അവിടുത്തെ റെസിസ്റ്റൻസ് എന്തായിരിക്കും, കുറവായിരിക്കും. റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് കറണ്ട് എന്ത് ചെയ്യും, കുറയും. ഈ കാര്യങ്ങൾ ആലോചിച്ച് വെച്ചേക്കുക. V is equal to IR അല്ലെങ്കിൽ I is equal to V by R. ഈ സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഓർത്ത് വച്ചേക്കണം എന്ന് ആലോചിക്കുക. വെരി ഇമ്പോർട്ടന്റ് റൂൾ ആണെന്ന് ആലോചിച്ച് വെച്ചേക്കുക. അടുത്ത നോക്കിക്കോളുക, പവറും എനർജി. അടുത്ത 2 ടേംസ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. പണ്ട് പഠിച്ചതാണ് പവർ എനർജി. ഓക്കെ, ഒരു സർക്യൂട്ടിലെ പവർ എന്ന് പറയുന്നത് അവിടുത്തെ വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും മൾട്ടിപ്ലൈഡ് സമ്മായിരിക്കും. വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും മൾട്ടിപ്ലൈഡ് സമ്മായിരിക്കും എന്തെന്ന് പറയുന്നത്, അവിടുത്തെ പവർ എന്ന് പറയുന്നത് അവിടെ സം ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട് എന്ന് പറയും. ഇതിന് രണ്ടും കൂടെ ഇൻഡു ചെയ്ത് വെക്കുന്നതായിരിക്കും അവിടുത്തെ പവർ എന്ന് പറയുന്നത്. മക്കളെ, പവറിന് നമ്മൾ പിന്നെയും ക്ലാസിഫൈ ചെയ്യും, അത് അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കാം. ബേസിക് ആയിട്ടുള്ള പവറിന്റെ ഡെറിവേഷൻ ഇത് പഠിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം പവറിന്റെ യൂണിറ്റ് ഉണ്ട്, വാട്ട്സ്. പവറിന്റെ യൂണിറ്റ് ആണ് വാട്ട്സ്. W കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ഒന്ന് ആലോചിക്കുക, 1000 വാട്ട്സിനെ 1 കിലോ വാട്ട്സ് എന്ന് പറയും. 1000 വാട്ട്സിന് എന്ത് പറയും, 1 കിലോ വാട്ട്സ് എന്ന് പറയും. 1000 വാട്ട്സിന് എന്ത് പറയും, 1 കിലോ വാട്ട്സ് എന്ന് പറയും. ആലോചിച്ച് വെച്ചേക്കാം, 1000 വാട്ട്സിന് എന്ത് പറയും, 1 കിലോ വാട്ട്സ് എന്ന് പറയും. ഇനി എനർജി എന്തിനാണ്, പവറേ ഇൻറ്റു ടൈം ആണ്. ഈ കിട്ടിയ പവർ നമുക്ക് എത്ര സെക്കൻഡിലേക്കാണ് നമ്മൾ എടുക്കുന്നത്, ആ ഒരു ടൈം ഗ്യാപ്പ് കൊണ്ട് ഇൻറ്റു ചെയ്യണമെങ്കിൽ അവിടെ ഉണ്ടായ എനർജി നമുക്ക് അറിയാൻ പറ്റും. എനർജിയുടെ യൂണിറ്റ് എന്താണ്, ഒന്ന് ആലോചിക്കുക. എങ്ങനെയാണ് യൂണിറ്റ് എടുക്കുന്നതെന്ന് ജസ്റ്റ് ഇവിടെ നിന്ന് പറഞ്ഞുതരാം. ഈ പറഞ്ഞേക്കുന്ന യൂണിറ്റ്സ് നിങ്ങൾ കാണാൻ പഠിച്ചേ പറ്റൂ. ഈ എനർജി എന്ന് പറയുന്നത് പവറും ടൈമും രണ്ട് ക്വാണ്ടിറ്റിയാണ്. ഈ 2 ക്വാണ്ടിറ്റി ചേർന്ന്, ഇവിടെ 2 ക്വാണ്ടിറ്റിയാണ്. ഈ 2 ക്വാണ്ടിറ്റിയോടെ ചേർന്നുണ്ടാകുന്ന പുതിയൊരു സാധനത്തിന് പുതിയ പേര് കൊടുത്താണ് നമ്മൾ വിളിക്കുന്നത്. അതേപോലെ ഇവിടെ ഇൻഡിവിജ്വൽ ആയിട്ടൊരു ക്വാണ്ടിറ്റി ഉണ്ട്. ആ ക്വാണ്ടിറ്റി ഏതാണ്, വാട്ട്സ് ആണ്. ഓക്കെ, ഇനി ടൈമിന് ഇൻഡിവിജ്വൽ ആയിട്ടൊരു ക്വാണ്ടിറ്റി ഉണ്ട്. ടൈമിനെ നമ്മൾ മിക്കവാറും ഒക്കെ പറയുന്നത് ഏതിലായിരിക്കും, സെക്കൻഡിലും അവറിലൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ ശരിക്കും നമ്മൾ അവർ ആണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ യൂണിറ്റ് വരാൻ പോകുന്നത്, എനർജിയുടെ യൂണിറ്റ് വരാൻ പോകുന്നത് വാട്ട് അവർ ആണ്. ഇതേപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 1000 വാട്ട് അവർ എന്ന് പറയുന്നത് 1 കിലോ വാട്ട് അവർ ആണ്. ഈ കിലോ വാട്ട് അവറിനെ നമ്മൾ 1 യൂണിറ്റ് വൈദ്യുതി എന്ന് പറയും. ഈ സാധനമാണ് ആരളക്കുന്നത്, നമ്മളെ വീട്ടിലേക്ക് KSEBിയുടെ സപ്ലൈ വന്ന് കയറുന്ന എനർജി മീറ്റർ അളക്കുന്നത്, അല്ലെങ്കിൽ KWH മീറ്റർ അളക്കുന്നത്. 1 യൂണിറ്റ് നമ്മൾ എരിച്ചു എന്ന് പറയുകയാണെങ്കിൽ 1 കിലോ വാട്ട് അവർ നമ്മൾ എരിച്ചു എന്നാണ് പറയുന്നത്. 1 കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് 1000 വാട്ട് അവർ ആണ്. വാട്ട് അവർ എന്ന് വെച്ചാൽ എനർജിയാണ്. വാട്ട് എന്തിന്റെ യൂണിറ്റ് ആണ്, പവറിൻ്റെത്. അവർ എന്തിന്റെ യൂണിറ്റ് ആണ്, ടൈമിന്റെ യൂണിറ്റ് ആണ്. ഇവിടെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ എനർജി മീറ്ററിന്റെ ഒരു കേസ് പറയുമ്പോൾ എനർജിയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് എനർജിക്ക് ഇത് മാത്രമല്ല യൂണിറ്റ്, എനർജിക്ക് മറ്റ് 2 യൂണിറ്റ് കൂടെ ഉണ്ട്. പ്രധാനപ്പെട്ട 2 യൂണിറ്റ് കൂടെ ഉണ്ട്. ആ 2 യൂണിറ്റിൽ ഒരെണ്ണമാണ് ജൂൾ എന്ന് പറയുന്നത് ഇനി ഒന്ന് ആലോചിക്കുക, 1000 വാട്ട് അവറിനെ നമ്മൾ 1 കിലോ വാട്ട് അവർ എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഈ 1 കിലോ വാട്ട് അവർ ജൂൾ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് കൂടെ എനർജിക്ക് ഉണ്ട്. 1 കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് 3.6 ഇൻറ്റു 10⁻⁶ ജൂൾസ് ആണ്. 3.6 ഇൻറ്റു 10⁻⁶ ജൂൾസ് ആണെന്ന് ആലോചിച്ച് വെച്ചേക്കുക. ഓക്കെ, 3.6 ഇൻറ്റു 10⁻⁶ ജൂൾസ് ആണെന്ന് എന്ത് ചെയ്യുക, ആലോചിച്ച് വെച്ചേക്കുക കേട്ടോ. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കാൻ നോക്കുവാണ്. IE റൂൾ, ഇന്ത്യൻ
ഇലക്ട്രിസിറ്റി റൂൾ എന്നാണ് പറയുന്നത്. 1956 വന്നത്. വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പണ്ട് GK ഒക്കെ നമ്മുടെ മസൂർ എക്സാമിന് ചോദിക്കുമായിരുന്നു, ഇപ്പൊ ചോദിക്കത്തില്ല. പക്ഷേ അറിഞ്ഞിരിക്കുക, 1956 നിലവിൽ വന്ന ഈ റൂൾസിനെ നമ്മൾ ലൈൻമാൻമാരുടെ ബൈബിൾ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യന്മാരുടെ ബൈബിൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടായിരുന്നു. ഓക്കെ, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. പോൾ എന്ന് വെച്ചാൽ പോസ്റ്റ്, നമ്മുടെ വീടിന്റെ ഒക്കെ സൈഡിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ റോഡ് സൈഡിൽ പോകുമ്പോഴത്തേക്ക് കാണുന്ന പോസ്റ്റ്. ഈ പോസ്റ്റിന് എത്ര ഹൈറ്റ് ഉണ്ടോ, ഈ പോസ്റ്റിന്റെ ഫുൾ ഹൈറ്റ് ഉണ്ടല്ലോ, ഇത് മുതൽ ഇതുവരെ 9 മീറ്റർ ആണെങ്കിൽ, ഞാൻ 9 മീറ്ററിന്റെ എക്സാമ്പിൾ പറയേണ്ട കാര്യം ഒരു പക്ഷേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും. മിക്കവാറും 9 മീറ്റർ വെച്ചുള്ള കണക്കുകൾ ആവർത്തിക്കാറുണ്ടെന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. 9 മീറ്റർ ആണെങ്കിൽ, എത്ര മീറ്റർ ആണെങ്കിലും, x മീറ്റർ ആണെങ്കിൽ പോലും അതിന്റെ 1/6 നമ്മൾ താഴോട്ട് കുഴി എടുത്തിരിക്കണം. 1/6 നമ്മൾ താഴോട്ട് കുഴി എടുത്തിരിക്കണം. ഇപ്പൊ 9 മീറ്റർ ലെങ്ത് ഉള്ള ഒരു പോളിന് എത്ര മീറ്റർ കുഴി എടുക്കണം എന്ന് നിങ്ങളെ ചോദിച്ചാൽ അറിഞ്ഞിരിക്കുക, ഈ 9 മീറ്ററിന്റെ 1/6 ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, എടുക്കേണ്ടതെന്ന് ആലോചിക്കുക. അതായത് 1.5 മീറ്റർ കുഴി നമ്മൾ എന്ത് ചെയ്യണം, എടുക്കണം. 1.5 മീറ്റർ ഡെപ്തിൽ നമ്മൾ കുഴി എടുത്ത് വേണം ഈ 9 മീറ്ററുള്ള പോസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ, കുഴിച്ച് വെക്കാനായിട്ടെന്ന് ആലോചിച്ച് വെച്ചേക്കുക. 1.5 മീറ്റർ താഴോട്ടാണ് നമ്മൾ ഇടുന്നത്. ഈ 9 മീറ്ററിന്റെ 1.5 മീറ്റർ താഴോട്ടാണെന്ന് ആലോചിച്ച് വെച്ചേക്കുക. ഇനി KCB വർക്കേഴ്സിന്റെ ഹെൽമെറ്റിന്റെ അല്ലെങ്കിൽ ഹാർഡ് ക്യാപ്പിന്റെ കളർ എന്താണ്, യെല്ലോ ആണെന്ന് ആലോചിച്ച് വെച്ചേക്കുക. ഓക്കെ, ഇനി ഇതിന്റെ തൊട്ടടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ് ക്വസ്റ്റ്യൻസ് സിലബസ് കവർ ചെയ്ത് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതും ചോദിച്ചിട്ടുള്ളതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ച് ഇനിയും ഇടുന്നതായിരിക്കും. അറിഞ്ഞിരിക്കുക, സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസും കഴിഞ്ഞ സ്റ്റേറ്റ്മെന്റ് ലെവൽ ലാസ്റ്റ് വന്ന എക്സാമിനൊന്നും വന്നിട്ടില്ല എങ്കിലും സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. സാധാ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യണം നമ്മൾ. ഓക്കെ, അപ്പോൾ അടുത്തേക്ക് കാണാം. ബൈ.